ലാസ്റ്റ് ക്ലാസ്സിൽ ഈഫ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഈഫ് എന്ന് പറഞ്ഞൊരു കൺട്രോൾ സ്ട്രക്ചർ ഉണ്ട്. സെലക്ഷൻ എന്ന് പറയുന്ന ടൈപ്പിൽപ്പെട്ട കൺട്രോൾ സ്ട്രക്ചർ ആണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈഫ് എന്നുള്ള കീവേഡിന് ശേഷം ഒരു ബ്രാക്കറ്റ് തുടങ്ങണം, അതിനുശേഷം ഒരു കണ്ടീഷൻ എഴുതാം, കണ്ടീഷണൽ എക്സ്പ്രഷൻ എഴുതാം എന്ന് പറഞ്ഞു. ഈ കണ്ടീഷണൽ എക്സ്പ്രഷൻ ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങനെ കോൺസ്റ്റൻസ് ആയിട്ട് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈക്വൽ ടു ചെക്ക് ചെയ്യാം, അങ്ങനെ പലതരത്തിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുക്കാവുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ് അതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, comparison operators in C. ഇത് ജനറിക് ആണ്, എല്ലാ ഈഫിനും വൈലിനും എല്ലാം ഇത് തന്നെയാണ് കമ്പാരിസൺ. അപ്പൊ നമുക്ക് കൊടുക്കാവുന്ന കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ലോജിക്കലി ലെസ് ദാൻ. അപ്പൊ ഞാൻ അതിന്റെ സിമ്പൽ ആദ്യം എഴുതാം, അത് കഴിഞ്ഞിട്ട് അതിന്റെ മീനിങ് എഴുതാം. സിമ്പൽ സ്ക്രീൻ കാണുന്നില്ലേ? ഒരു മിനിറ്റ്, സോറി. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ പകുതി പോയി. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മള് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഫാരൻഹീറ്റ് ടു സെൽഷ്യസ് കൺവേർഷൻ രണ്ട് തരത്തിലും ചെയ്യുമായിരുന്നു. ഒന്ന് മെനു കൊടുക്കുന്നതനുസരിച്ച് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ സെൽഷ്യസ് ടു ഫാരൻഹീറ്റും, 2 ആണ് മെനു ചോയ്സ് കൊടുക്കുന്നതെങ്കിൽ ഫാരൻഹീറ്റ് ടു സെൽഷ്യസും കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ആക്കിയിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഈഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഈഫ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചില പ്രത്യേക കണ്ടീഷൻ അനുസരിച്ച് ഒരു തരത്തിലോ അല്ലെ വേറൊരു തരത്തിലോ മാറി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ ഇത് മനസ്സിലാക്കാവുള്ളൂ, അല്ലാതെ ഈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് പഠിക്കരുത്. m=1 എന്ന് എഴുതണം, അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഇപ്പൊ മനസ്സിലാക്കേണ്ടത് സി എന്ന് പറയുന്ന പ്രോഗ്രാം, എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇതുപോലെ ഒരു കൺസെപ്റ്റ് കാണും. ഈഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈഫ് കഴിഞ്ഞൊരു കണ്ടീഷൻ കൊടുക്കണമെന്നും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, അതായത് അത് ശരിയാണെങ്കിൽ ഒരു തരത്തില് വർക്ക് ചെയ്യും, അല്ല എങ്കിൽ എൽസ് എന്ന് പറയുന്ന പാർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു പൊതുവായ നിയമം. അപ്പൊ അതാണ് ഈഫ് സെലക്ഷൻ ഫോർ ബ്രാഞ്ചിങ് എന്നും പറയും. ആ ബ്രാഞ്ചിങ് കൺസ്ട്രക്ട് എന്ന് പറയുന്നത്, കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അവിടെ ഈഫ് എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പൊ ഈ കണ്ടീഷൻ എങ്ങനെയൊക്കെ കൊടുക്കാം? നമ്മളിവിടെ ചെക്ക് ചെയ്തത് യൂസർ എൻ്റർ ചെയ്ത മെനു ചോയ്സ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവിടെ കൊടുത്തത്, അല്ല 2 ആണെങ്കിൽ വേറൊരു തരത്തിൽ പ്രവർത്തിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈക്വൽ ടു 2 നമ്പർ അല്ലെങ്കിൽ 2 വസ്തുക്കൾ, 2 വേരിയബിൾ തമ്മിൽ ഈക്വൽ ആണോ, വാല്യൂ കൊണ്ട് സമമാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള സിമ്പിൾ ആണ് ആദ്യം പഠിച്ചത്. ഡബിൾ ഈക്വൽ ടു ഈസ്. ഞാനിവിടെ അത്തരം സിമ്പിൾസും അതിന്റെ മീനിങ്ങും എഴുതാം. അപ്പൊ ഒരു ടേബിൾ ആയിട്ട് നോട്ട് ബുക്കിൽ എഴുതിയെടുത്തോളൂ. ആദ്യം കണ്ട പോലെ ഈക്വൽ ടു എന്ന് പറയുന്നത് ഈക്വൽ ടു ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ്, ഡബിൾ ഈക്വൽ. ഇനി നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ അത് എക്സ്ക്ലമേഷനും ഈക്വൽ ടു ഇടണം. നോട്ട് ഈക്വൽ ടു എന്നുള്ള സിറ്റുവേഷൻ ചെക്ക് ചെയ്യാനായിട്ട് സിയിൽ ഉപയോഗിക്കേണ്ട സിമ്പൽ ആണ് എക്സ്ക്ലമേഷൻ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. Then we have the less than symbol. ഇതിന് ഷെവറോൺസ് എന്നും പറയാറുണ്ട്. ലെസ് ദാൻ സിമ്പിൾ, ലെസ് ദാൻ എന്ന് പറയുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ടാണ് ഈ കമ്പാരിസൺ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ഗ്രേറ്റർ ദാൻ, ഈ സിമ്പൽ ഉപയോഗിക്കുന്നത് ഗ്രേറ്റർ ദാൻ, അത് കൂടുതലാണോ എന്ന് നോക്കും.
കമ്പാരിസൺ ഓപ്പറേറ്റർ എല്ലാം ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ബൈനറി ഓപ്പറേറ്റേഴ്സ്. ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ടു തിങ്സ് ഇൻവോൾവ്. അതാണ് ബൈനറി ഓപ്പറേറ്റർ എന്നുള്ളതിന്റെ അർത്ഥം. ആ സിമ്പലിന്റെ അപ്പുറവും ഇപ്പുറവുമായി ഓരോ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം. അതിനാണ് ബൈനറി ഓപ്പറേറ്റർ. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയും. ഇല്ല ഇത് വേറെയാ. ഓക്കെ, അപ്പൊ ഗ്രേറ്റർ ദാൻ സിമ്പൽ ഉണ്ട്. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ട് അതൊരു മീനിങ് ഈസ് ലെസ് ദാൻ. നമുക്ക് ഇത് കാണാം എന്താണ് ചെയ്യുന്നത്. ഇത് ഓരോന്നും ഓർ എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചു. അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. ഓക്കെ, നമ്മൾ എന്തൊക്കെ എഴുതി? ഈക്വൽ ടു ചെക്ക് ചെയ്യാൻ രണ്ട് ഈക്വൽ ടു സിമ്പൽ ഉപയോഗിക്കണം. എ ഈക്വൽ ടു ബി എന്ന് പറയുന്നതും ഇതിന് രണ്ടാണ്. അതായത് ഞാൻ ഇവിടെ ഒരു വിശദീകരിക്കാം. നമ്മളിപ്പോ എ ഈക്വൽ ടു എ ഈക്വൽ ടു 10 എന്ന് ചെക്ക് ചെയ്തു. നമ്മളെ ഉദ്ദേശം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ എ 10 ആണോ എന്ന് നോക്കുക. ഇങ്ങനെ അർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ സിയിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർഡ് ആകും. ഇതാണ് ഇവിടെ സംഭവിക്കുക. നമ്മൾ നേരത്തെ കണ്ടു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സിയും എഫ് ഉപയോഗിച്ചപ്പോൾ സി ഈക്വൽ ടു എക്സ് ഒരു കമ്പ്യൂട്ടേഷൻ ആണ് നമ്മൾ കൊടുത്തത്. അപ്പൊ ഈക്വൽ ടുവിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ സംഗതി നമ്മൾ ഉപയോഗിച്ചത് കണ്ടു. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുക. പക്ഷെ ആക്ച്വലി ഇവിടെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഡബിൾ ഈക്വൽ ടു ആണ്. ഇപ്പോഴാണ് ഇത് എ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 10 ആണോ എന്നുള്ള ചോദ്യമായി മാറുന്നത്. ഇതാണ് കണ്ടീഷനായി മാറുന്നത്. ഇതിന്റെ ഇവാലുവേഷൻ സി എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തുമ്പോൾ ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്താൽ രണ്ട് വാല്യൂ ആയിട്ടാണ് അത് മാറുക. എയ്തർ ട്രൂ ഓർ ഫോൾസ്. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജില് 0 ഈസ് ഡിനോട്ടഡ് ബൈ തിരിച്ചാണ്. ഫോൾസ് ഈസ് ഡിനോട്ടഡ് ബൈ 0 and true is denoted by 1. ഇതാണ് സി. അപ്പോ ഈ എക്സ്പ്രഷൻ അവര് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഫൈനലി ഈക്വൽ ആണെങ്കിൽ ഈ എക്സ്പ്രഷന്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ 1 എന്നായി മാറും. ഈക്വൽ അല്ലെങ്കിൽ 0 എന്ന് മാറും. അപ്പൊ ആ ഈഫിനകത്ത് ഫൈനലി എവറിഥിങ് കംപ്ലീറ്റ്സ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് കിട്ടുന്നത് ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെ 1 ആയിരിക്കും. 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഫോൾസ്. ആ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോ ഇതിന്റെ ഈഫ് കഴിഞ്ഞിട്ട് എൽസ് എന്ന് പറഞ്ഞിരിക്കുന്ന ബ്ലോക്കിലെ കാര്യങ്ങളായിരിക്കും നടക്കുക. അല്ലെങ്കിൽ ട്രൂ ആണെങ്കിൽ, അഥവാ ഈ കണ്ടീഷൻ ഇവാലുവേറ്റഡ് ട്രൂ ആണെങ്കിൽ, അല്ലെ 1 ആണ് കിട്ടുന്നതെങ്കിൽ അത് ഈഫ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വരുന്ന ബ്ലോക്കിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എവറിഥിങ് കണ്ടീഷണൽ എക്സ്പ്രഷൻ ഈസ് ഫൈനലി കാൽക്കുലേറ്റഡ് ടു എയ്തർ 0 or 1 ആയിട്ട് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാറ്റും. എന്നിട്ട് 0 ആണ് കിട്ടുന്നതെങ്കിൽ ആക്ച്വലി 0 or 1 അല്ല, 0 ആണെങ്കിൽ ഫോൾസ് ആണ്. എനി നോൺ 0 വാല്യൂ ഈസ് ട്രൂ. ഗ്രേറ്റർ ദാൻ 0 നെഗറ്റീവ് അല്ല കേട്ടോ, നെഗറ്റീവും ഫോൾസ് ആണ്. എനി വാല്യൂ 0 or negative is false. Any value higher than
സീറോ ഈസ് ട്രൂ. അതാണ് ശരിക്കുള്ള കാര്യം. നമ്മളിപ്പോ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, സീറോ ആണെങ്കിൽ ഫോൾസ് എന്നും 1 ആണെങ്കിൽ ട്രൂ എന്നും ആക്കുമെന്ന് വിചാരിക്കാം. ഇതാണ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം, ഈ സിമ്പിൾസ് എല്ലാം ഓർത്തിരിക്കുക. ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ചെക്ക് ചെയ്യാനാണ്. എക്സ്ക്ലമേഷൻ ഈക്വൽ ടു എന്ന് ഇട്ടാൽ നോട്ട് ഈക്വൽ ടു ആണ്. ഇവിടെയൊന്നും സ്പേസ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. സിമ്പിൾ ആകണമെങ്കിൽ ആ 2 ഈക്വൽ ടു അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഇടണം, അപ്പോഴേ അത് സിമ്പിൾ ആകൂ. ഓക്കെ, ഇവിടെയും അതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് സ്പേസ് പാടില്ല. സ്പേസ് ഉണ്ടെങ്കിൽ അത് വേറെ മീനിങ് ആയിപ്പോ, അത് തെറ്റായിപ്പോ. അപ്പൊ അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് ബൈനറി ഓപ്പറേറ്റേഴ്സ് കമ്പാരിസൺ. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ മാത്രമല്ല, നമ്മൾ പല കണ്ടീഷൻസ് എഴുതാം. ഹൗ ടു കമ്പൈൻ, അല്ലേ? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ കൺജങ്ഷൻ ഓപ്പറേറ്റേഴ്സ് എന്താണ്? നമ്മളിപ്പോ പറയാനുള്ളത് എ 10നെ കഴിഞ്ഞും കൂടുതലായിരിക്കണം, അതുപോലെ ബി 12നെ കഴിഞ്ഞും കുറവായിരിക്കണം. എന്നാല് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നു, മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർക്ക് 30നും 40നും ഇടയ്ക്കാണ് ഡി ഗ്രേഡ്, ഡി അല്ലെങ്കിൽ ഡി പ്ലസ്. ഓക്കെ, നമ്മൾ അങ്ങനെയൊക്കെ പറയാം. അപ്പൊ നമുക്ക് ആ കണ്ടീഷൻ ഒന്ന് എഴുതി നോക്കാം. ഈ മാർക്കാണ് നമ്മൾ കാൽക്കുലേറ്റ്. മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ആയിരിക്കണം. നമ്മളിവിടെ ഒരു സംഭവം ആൻഡ് മാർക്ക് ലെസ് ദാൻ 40 ആയിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് ഗ്രേഡ് എന്ന് പറയുന്നത് ഡി ആയിരിക്കും എന്ന് നമ്മൾ ഇതാണ് നമുക്ക്. അപ്പൊ ഇത് തമ്മില് 2 കണ്ടീഷൻ ഒരുമിച്ച് സാറ്റിസ്ഫൈ ആണ്, അല്ലെ? 2 കണ്ടീഷനാണ്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വാക്ക് ആൻഡ് എന്നുള്ളതാണ്. പക്ഷെ ആൻഡ് എങ്ങനെയാണ് സി പ്രോഗ്രാമിൽ എഴുതുന്നത്, അവിടെയാണ് നമ്മൾ ലോജിക്കൽ കൺജങ്ഷൻ ഓപ്പറേറ്റേഴ്സ് വരും. അപ്പൊ ആൻഡ് 2 ആംബേഴ്സന്റ് അടുപ്പിച്ചിട്ടാൽ അത് ലോജിക്കൽ ആൻഡ് ആണ്. 2 ആംബേഴ്സന്റ് അടുപ്പിച്ചിട്ടാൽ അത് ലോജിക്കലാണ്. നമുക്കത് എഴുതാം. 2 ആംബേഴ്സന്റ്, ദിസ് ഈസ് ലോജിക്കൽ ആൻഡ്. ഓക്കെ, ഇനി അല്ല ആദ്യത്തേതോ അല്ലെ രണ്ടാമത്തേതോ ആയാൽ മതിയെങ്കിൽ ഓർ നമുക്ക് വേറെ കണ്ടീഷൻ എഴുതിയാല്, ഓക്കെ, ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18 ആകുകയോ അല്ലെങ്കിൽ ആധാർ കാർഡ് കയ്യിലുണ്ടായിരിക്കും. ശരി, ആധാർ അല്ലാതെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകുമ്പോ നമുക്ക് വേറെ ഏജ് ആയിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ഓർ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് ഗ്രേറ്റർ ദാൻ. ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ, ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. സിയില് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. നമുക്ക് അതിന് വേറെ വഴി കണ്ടുപിടിക്കേണ്ടി വരും. ഏതായാലും പക്ഷെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്നേ ഉള്ളൂ. ഓർ സിമ്പൽ മനസ്സിലാക്കാം. ഓർ എന്ന് പറയുന്നത് ഓറിന്റെ അപ്പുറയും ഇപ്പുറയുമുള്ള ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. അപ്പുറയും ഇപ്പുറയുമുള്ള ഏതെങ്കിലും ഒന്ന്. ഇനി നെഗേഷൻ, നോട്ട് ലോജിക്കൽ. അപ്പൊ 3 തരം കൺജങ്ഷൻസ്, ആൻഡ്, ഓർ, നോട്ട്. ഈ 3ഉം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സി ലാംഗ്വേജില് നമുക്കുള്ള സൗകര്യമാണ് ഡബിൾ ആംപേഴ്സന്റ്. ഡബിൾ ആംപേഴ്സന്റ് ഈസ് ഫോർ കണക്ടിങ് ആൻഡ് കൺജങ്ഷൻ. ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ചെക്കിങ് കൂട്ടിച്ചേർത്ത് എഴുതണം. അതെല്ലാം ട്രൂ ആയാൽ മാത്രമേ വർക്ക് ചെയ്യാവുള്ളെങ്കിലാണ് നമ്മൾ ആൻഡ് ഉപയോഗിക്കുന്നത്. ഓർ ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന്
ട്രൂ ആണെങ്കിൽ ഉപയോഗിക്കുക. അതുപോലെ നോട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുന്നത് ലോജിക്കൽ നോട്ട്. അപ്പൊ ഇതാണ് നമുക്ക് ഈ എക്സ്പ്രഷൻസ് ഈഫിനകത്തുള്ള കണ്ടീഷൻസ് എഴുതാനായിട്ടുള്ള സിമ്പിൾസും അതിന്റെ സൗകര്യം. ഇത് ഉപയോഗിച്ചാണ് സാധാരണഗതിയിൽ എല്ലാ തരത്തിലുള്ള ലോജിക്കുകളും ബ്രാഞ്ചിങ് ലോജിക്കുകളും നമ്മൾ തയ്യാർ ചെയ്യുന്നത്. സി പ്രോഗ്രാമിൽ തയ്യാറാക്കും. മനസ്സിലായല്ലോ എന്തൊക്കെയാണുള്ള സിമ്പിൾസ്? ഈക്വൽ ടു ഇട്ടാൽ അത് രണ്ട് അതിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള വാല്യൂസ് തമ്മിൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഈക്വൽ ആണെങ്കിൽ 1 ആയിരിക്കും ഔട്ട്പുട്ട്, ഈക്വൽ അല്ലെങ്കിൽ 0 ആയിരിക്കും ഔട്ട്പുട്ട്. 0യും 1ഉം അതിന്റെ സ്പെഷ്യൽ പ്രാധാന്യം മനസ്സിലാക്കണം. 0 വാല്യൂ എന്ന് പറയുന്നത് സി ലാംഗ്വേജിലെ ഫോൾസ് എന്നുള്ള അർത്ഥം, ബൈനറി ഓർ ബൂളിയൻ ഫോൾസ് എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കുന്നത്. 1 എന്ന് വെച്ചാൽ ട്രൂ, 1ഓ എനി പോസിറ്റീവ് ഇൻറ്റിജർ, എനി പോസിറ്റീവ് വാല്യൂ, 0 നെഗറ്റീവ് അല്ലാത്ത ഏത് 0യോ അല്ലാത്ത ഏത് വാല്യൂ ട്രൂ ആയിട്ട് കരുതും. അതാണ് സിയില് സിമ്പിൾസിൽ ഉപയോഗിക്കുന്ന സാധനം. ഇനി നമുക്ക് ഇതിന്റെ ഇവിടേക്ക് വന്നിട്ട് നമ്മൾ ഇതൊന്നുകൂടെ മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ഈ വാലിഡ് ആയിട്ടുള്ള ചോയ്സ് ആണോ ഇല്ലെന്നുള്ളത് നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. വാലിഡ് ആയിട്ടുള്ള ചോയ്സ് ആണോ? നമുക്ക് എങ്ങനെ എഴുതാം? എം ഈക്വൽ ടു 1 ഓർ എം ഈക്വൽ ടു 2. ഈ രണ്ടുമാണ് വാലിഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്. ഇത് രണ്ടും ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവിടെ എറർ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ എൽസ് പാർട്ടിലുള്ള യുവർ ചോയ്സ് ഈസ് ഇൻവാലിഡ് എന്നുള്ളത് ഇവിടെ തന്നെ കൊടുക്കും. ഓക്കെ, ഇത് രണ്ടും അല്ലെങ്കിൽ ആദ്യം തന്നെ കാര്യം പറയാം. യുവർ ചോയ്സ് ഈസ് ഇൻവാലിഡ് ഇവിടെ തന്നെ പറയാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പ്രോഗ്രാമിന്ന് സ്റ്റോപ്പ് ചെയ്യാം. പ്രോഗ്രാമിന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റിന് വാല്യൂ നമുക്ക് അല്ലെ എക്സിറ്റ് എഴുതാൻ ഉദ്ദേശിച്ചാൽ റിട്ടേൺ എഴുതിയാലും മതി. ദിസ് ഈസ് ഓൾസോ ഫൈൻ ബിക്കോസ് ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഫംഗ്ഷന് ഒരു റിട്ടേൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. റിട്ടേൺ ചെയ്യാം എന്തെങ്കിലും. റിട്ടേൺ നത്തിങ് ആണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ, അതാണ് ഈ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലാണ് ഈ വോയിഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വോയിഡ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നത്. നത്തിങ് ടു ബി. അപ്പൊ ഇത് ആണ് കണ്ടീഷൻസ് എഴുതാനായിട്ടുള്ള. കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ ഓരോ തവണ എഴുതും. നമുക്ക് മിക്കവാറും നമ്മളുടെ എക്സസൈസുകളിലെല്ലാം തന്നെ ഈ കണ്ടീഷൻസ് എഴുതാനായിട്ട് പഠിക്കണം. നമ്മൾ പയ്യെ ഇപ്പം മനസ്സിലാക്കേണ്ടത് കണ്ടീഷൻ എഴുതുന്നത് എങ്ങനെയാണ്. ഓക്കെ, അതിന് ഈഫ് എന്നുള്ള കീവേഡ് കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റും അതിന് ക്ലോസിംഗ് ബ്രാക്കറ്റ് വേണം. അതിനകത്താണ് കണ്ടീഷൻസ് എഴുതേണ്ടത്. കണ്ടീഷൻസ് എഴുതാനായിട്ട് ഉപയോഗിക്കാവുന്ന ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കമ്പൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലോജിക്കൽ കൺജങ്ഷൻ ഓപ്പറേറ്റേഴ്സ് ആണ് ആംപേഴ്സൻഡ്, രണ്ട് പൈപ്പ് സിമ്പൽ, ഓർ അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ നോട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മൾ ഇനി അടുത്ത കൺട്രോൾ സ്ട്രക്ചറിലേക്ക് പോകാം. ദാറ്റ് ഈസ് കോൾഡ് വൈൽ. നമുക്കത് ഒരു എക്സർസൈസിലൂടെ അതിലേക്ക് പോകാം. നെക്സ്റ്റ് കൺട്രോൾ സ്ട്രക്ചർ ലൂപ്പിംഗ് എന്ന് പറയും. ഈഫ് വേറെ ഉണ്ട് കേട്ടോ, ഓരോന്നോരോന്നായിട്ട് പറയാം. പക്ഷെ വൈൽ പഠിപ്പിച്ചു കഴിഞ്ഞു, ഈഫ് പഠിപ്പിച്ചു കഴിഞ്ഞു, വൈലും കൂടെ പഠിപ്പിച്ചിട്ടാണ് എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് എക്സർസൈസ് കാണിക്കാനായിട്ടുള്ള, കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വൈലിലേക്ക് പോകുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം, എന്നിട്ട് വരാം. നമുക്കൊരു ഗെയിം ഉണ്ടാക്കി തുടങ്ങാം. നമുക്കൊരു സ്റ്റാർട്ട് ഗെയിം അല്ലേ? ഗെയിം ഉണ്ടാക്കാൻ ഇഷ്ടമാണോ? ഞാൻ ചോദിക്കുന്നത്, ഗെയിം ഉണ്ടാകാൻ ഇഷ്ടമാണോ? ഗെയിം പ്രോഗ്രാം ചെയ്യാം. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയണേ. ഓക്കെ, നമുക്കൊരു ഗെയിം ഉണ്ട്. റൈറ്റ് എ C program for a guessing game. Guessing game. Okay, somebody put out. Okay. ഇതിന്റെ സംഭവം എന്താണെന്നുള്ളത് നമ്മൾക്ക് വിശദീകരിച്ച് എഴുതിയാൽ, system stores
generate and stores a random number എത്രയാന്ന് പറയല between 1 and 100. ഓക്കെ, 1 and 100. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? യൂസർ ഈസ് ആസ്ക്ഡ് ടു ഗസ് ദ നമ്പർ. എത്ര ഇത് കൊടുക്കണം? എത്ര ചാൻസ് കൊടുക്കണം? എത്ര ചാൻസ് വരെ കൊടുക്കണം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? ആഫ്റ്റർ 10 ഗസ് അല്ലേ? പോരെ? ആഫ്റ്റർ 10 ഗസ്, 10 incorrect guesses, if he cannot say the actual number, computer wins. ഓക്കെ, അല്ലെങ്കിൽ യൂസർ വിൻസ്. സിമ്പിൾ ആയിട്ടുള്ള ഗെയിം. കമ്പ്യൂട്ടർ ഒരു നമ്പർ കമ്പ്യൂട്ടറിന്റെ മനസ്സിൽ വിചാരിക്കും, അത് അവിടെ വെച്ചേക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യൂസറോട് ചോദിക്കും എന്താണ്. അപ്പോൾ യൂസർ ഒരു 10 തവണ പല നമ്പറുകൾ കൊടുക്കും. കിട്ടിയാൽ അത് കറക്റ്റ് ആണെങ്കിൽ വിന്നർ, യു ആർ എ വിന്നർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. ഇല്ലെങ്കിൽ ഓക്കെ. നമുക്കിതിന് ചില ഇതൊക്കെ ഉണ്ട്, അത് നമ്മൾ ഈ കൂട്ടത്തിൽ പഠിച്ചു പോകാം. കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് പറയാം. നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം 2 കാര്യങ്ങൾ വേണം. ഒന്ന്, റാൻഡം നമ്പർ ഉണ്ടാക്കാനായിട്ടുള്ള ലൈബ്രറി വേണം. അപ്പൊ നമ്മൾ stdio ഇടുന്നത് പോലെ stdlib എന്ന് പറഞ്ഞൊരു ഹെഡർ ഉണ്ട്. അതിനകത്താണ് അത്യാവശ്യം റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം, ഒരു ലൈബ്രറി ഉള്ളത്. ഓക്കെ, അതുകൂടാതെ നമ്മൾ stdio വേണം. നമുക്ക് പ്രിന്റ്എഫ് ഒക്കെ വേണമല്ലോ, അതിനു വേണ്ടി അത് ഇടണം. കൂടാതെ നമുക്ക് അതിനകത്തൊരു സീഡിങ് എന്ന് പറയുന്നത്, റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് ഒരു പരിപാടിയുണ്ട്. അതിന് നമുക്ക് time.h എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം അത് എന്താണെന്നുള്ളത്. മെയിൻ. നമുക്കിനി അതിന്റെ ലോജിക്കിലേക്ക് വന്നാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സിസ്റ്റം ജനറേറ്റർ ആയിട്ടുള്ള നമ്പർ കീപ്പ് ചെയ്യാനായിട്ടൊരു സ്ഥലം വേണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഒരു സ്റ്റോറേജ് ഇടാം, ഹിഡൻ നമ്പർ. അതാണ് സിസ്റ്റം ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു നമ്പർ ഉള്ളത് യൂസറോട് എൻറ്റർ ചെയ്ത് യൂസർ എൻട്രി നമ്പർ, അതും സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇത് കമ്പയർ ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, യൂസർ എൻട്രിയും ഹിഡൻ നമ്പറും റീഡ് ചെയ്യണം. പക്ഷെ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേജില് നമ്പർ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്പർ എങ്ങനെ ഉണ്ടാക്കാം? അതിനു വേണ്ടി ഒരു സീഡ് ചെയ്യണം. ഞാൻ ഇത് എന്താ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പം അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഹിഡൻ നമ്പർ equal to random modulus 100 plus 1. എന്താണെന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് നോക്കാം. ഹിഡൻ നമ്പർ ഞാൻ കണ്ടീഷൻ എഴുതാണ്. അപ്പോൾ ആദ്യം തന്നെ യൂസറോട് ചോദിക്കണമല്ലോ, ഗസ് എ നമ്പർ. ഹലോ ഗസ്സിംഗ് ഗെയിം, ഗസ് എ നമ്പർ. നമ്മൾ ആദ്യം യൂസറോട് ചോദിച്ചു. നമ്മൾ ഇത് കണ്ടതാണ്. എന്താണ് സ്കാനഫ് ഉപയോഗിച്ച് എങ്ങനെയാണ് യൂസറിന്റെ അടുത്തുനിന്ന് നമ്മള് നമ്പറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വാല്യൂ റീഡ് ചെയ്തെടുക്കുന്നത് കണ്ടതാണ്. അപ്പൊ അതുവഴി എടുത്തു. ഇനി നമ്മൾ പറയാണ് വൈൽ യൂസർ എൻട്രി ചെയ്തത് നോട്ട് ഈക്വൽ ടു, നമ്മൾ എന്താണ്
നമ്മൾ കമ്പ്യൂട്ടറിൽ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പർ അല്ലെങ്കിൽ മാത്രം ഇനി ഇതിനകത്തോട്ട് പോയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും യൂസറോട് ചോദിക്കണം, വീണ്ടും പുതിയ എൻട്രി തരാൻ പറയാം, അല്ലേ? ഗസ് എ നമ്പർ. പക്ഷെ ഇതിനൊരു ക്ലൂ കൊടുക്കാം, അല്ലെ? നമ്മളിപ്പോ അല്ലെങ്കിൽ വലിയ പാടായിരിക്കും നമുക്ക് അത് ഗസ് ചെയ്യുന്നത്. ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നമുക്ക് ആദ്യം ഗസ് ചെയ്യുമ്പോ ഇപ്പം എന്താണ് ഇയാൾ എൻ്റർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ നമ്പറിനെ കഴിഞ്ഞ് മുകളിലാണോ താഴെയാണോ എന്നുള്ളതാണ്. അതാന്ന് പറയുകയാണെങ്കിൽ എളുപ്പമായിരിക്കും, അല്ലേ? നമുക്കത് നോക്കാം. അപ്പോൾ അത് തെറ്റിപ്പോയി എന്നുള്ളതാണ്. നമുക്കിത് റീഫൈൻ ചെയ്യാം. നമുക്ക് ആദ്യം ആ കാര്യങ്ങളൊന്ന് നമുക്കൊരു സിമ്പിൾ ഒക്കെ ഇട്ടിട്ട് 10 മിനിറ്റ് ഉള്ളൂ, പെട്ടെന്ന് നോക്കാം. നമുക്കൊരു സിമ്പിൾ ഇട്ടിട്ട് ചെക്ക് ചെയ്യാം. ഇഫ് യൂസർ എൻട്രി ഈസ് ലെസ് ദാൻ, നമ്മൾ പറയാണ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹിഡൻ നമ്പറിനെ കഴിഞ്ഞും കുറവാണെങ്കിൽ നമ്മൾ ചുമ്മാതെ ഒരു സജഷൻ പ്രിന്റ് ചെയ്യും. കുറവാണ്, ഓക്കെ, കുറവാണ്. ഇതല്ലേ ശരി? അതുപോലെ തന്നെ ഇഫ് യൂസർ എൻട്രി ഗ്രേറ്റർ ദാൻ ഹിഡൻ നമ്പർ ആണെങ്കിൽ ഓക്കെ, എന്താണ് ഇവിടെ എഫ് എഴുതാൻ പറ്റും. ഓക്കെ, 1 2 3 കൂടുതലാണ്. എൻട്രി മുകളിലോട്ട് പോയി. ഇനി എല്ലാം ഈക്വൽ ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെ? ഇഫ് യൂസർ എൻട്രി ഈക്വൽ ടു ഹിഡൻ നമ്പർ ആണെങ്കിൽ ഓക്കെ, യു ആർ എ വിന്നർ. You won. Okay. നമുക്ക് നോക്കാം ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നോക്കാം. അല്ല, ഇത് 10 തവണ നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് 10 തവണ എൻ്റർ ചെയ്യാൻ ടൈംസ്, ഹൗ മെനി ടൈംസ്? കൗണ്ട് ഈസ് ഇനിഷ്യലി 10. നമ്മൾ ഇവിടെ വെച്ച് ഓരോ തവണയും കൗണ്ട് എന്ത് ചെയ്യും? ഓരോ തവണയും എൻ്റർ ചെയ്യുമ്പോൾ കൗണ്ട് 10 വേണ്ട, ഇവിടെ 9 മതി. കാരണം ഇവിടെ ആദ്യം തന്നെ ഒരു എൻട്രി നടന്നു കഴിഞ്ഞു. അപ്പോൾ 9. ഇഫ് കൗണ്ട് ഓരോന്ന് കുറയ്ക്കുക, കൗണ്ട് ഇസ് ഈക്വൽ ടു ഇത് നമ്മൾ പറഞ്ഞ ഇനി മനസ്സിലാക്കാം. കൗണ്ട് -1. ഓക്കെ, ഓരോന്ന് കുറയ്ക്കും. അങ്ങനെ ഈ കൗണ്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഒരു കാര്യങ്ങൾ പഠിച്ചിരുന്നു, ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ്. അതെന്താണെന്നുള്ളത് നമുക്ക് നമുക്ക് ഇതിനൊരു പേര് കൊടുക്കണമല്ലോ. സേവ് ചെയ്യുമ്പോൾ game.c. ഞാൻ വീണ്ടും ഈ പ്രോംപ്റ്റിലേക്ക് വന്നു. അവിടെ നമ്മളെ നേരത്തെ ഉപയോഗിച്ച ടൂൾ തന്നെ ഉപയോഗിക്കാം. gcc game.c -output game.ex. കമ്പൈൽ ചെയ്തു. ഓക്കെ, നോ എറർ. അപ്പോൾ നമുക്ക് game.exe റൺ ചെയ്യണം. റൺ ചെയ്തു. ഹലോ, ഗസ് എ നമ്പർ. ഞാൻ പറഞ്ഞു 10 എന്ന് പറഞ്ഞു. അപ്പോൾ കുറവാണെന്ന് പറഞ്ഞു, മീൻസ് അതിലും കൂടുതലാണ്. അപ്പൊ ഞാനൊരു 30ലേക്ക് ഇട്ടപ്പോ വീണ്ടും കുറവാണ്. അപ്പൊ ഞാനൊരു 60ലേക്ക് ഇട്ടു, അതും കുറവാണ്. അപ്പോൾ താഴെയാണെങ്കിൽ ലെസ് ദാൻ, നമ്പർ ഈസ് ലെസ് ദാൻ. 70 ഇട്ടു, 80 ഇട്ടു. 80 ഇടുമ്പോൾ അത് മുകളിലാണ്, നമ്മൾ 80 ഇടും. അപ്പൊ 70നും 80നും ഇടയ്ക്കാണ്. ഞാൻ 85 ഇട്ട് നോക്കി, 85 ഇടുമ്പോൾ കൂടുതലാണ്. അപ്പൊ 83 ഇട്ട് നോക്കി, കൂടുതലാണ്. അപ്പൊ 82, ഓക്കെ, അല്ല, കൂടുതലാണ്. അപ്പൊ 81,
ഇട്ടില്ല. 80. ഓ 80 ആയിരുന്നു. അതോ 10 കഴിഞ്ഞിട്ടാണോ? 3 3 6 4 10 പ്രാവശ്യം കഴിഞ്ഞു, അതുകൊണ്ടാണ് അത്. അപ്പൊ അതിനിടയ്ക്ക് കണ്ടുപിടിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. U1 ഇതുവരെ വന്നില്ല അല്ലേ? ഹിഡൻ നമ്പർ വന്നില്ല. നമുക്കിത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഹിഡൻ നമ്പറിനെ ആദ്യം ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്കറിയാം, പക്ഷെ നമുക്ക് ചുമ്മാതെ അത് എൻ്റർ ചെയ്യാതെ നമുക്ക് അതൊന്ന് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഹിഡൻ നമ്പർ ഏതാണെന്നുള്ളത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ആക്ച്വലി ഇങ്ങനെ ചെയ്താൽ പിന്നെ ഗെയിം ഇല്ല, പക്ഷെ നമുക്ക് അത് ഗെയിം ആക്കാം. ഇതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഇത് തുടക്കത്തിൽ തന്നെ ഹിഡൻ നമ്പർ എത്രയാന്ന് വരുമല്ലോ, അപ്പൊ നമുക്കറിയാം. നോക്കിയിട്ട് നമുക്ക് ബാക്കി ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓക്കെ പുതിയ എത്തു ഗെയിം. അപ്പോൾ 73 കിട്ടിയ നമ്പർ നമുക്ക് അറിയാം. എന്നാലും നമ്മൾ ആദ്യം 10 കൊടുത്തെന്ന് വെച്ചു. 10 കൊടുത്തു, അപ്പൊ കുറവാണെന്ന് പറഞ്ഞു. നമ്മൾ 50 കൊടുത്തു, അപ്പോഴും കുറവാണ്. 80 കൊടുത്തു, അപ്പോൾ അത് ഹയർ ആണ്. ഇതിപ്പോ 50-നും 80-നും ഇടയ്ക്കാണെന്ന് മനസ്സിലായി. നമ്മളൊരു 70 കൊടുത്തു. 70 കൊടുത്തപ്പോൾ കുറവാണെന്ന് പറഞ്ഞു. 70 കൊടുത്ത് കുറവാണ്, അപ്പൊ മുകളിലോട്ട് പോകണം. 70-നും 80-നും ഇടയ്ക്ക്, അപ്പൊ 75 കൊടുക്കുന്നു. 75 കൊടുക്കുമ്പോൾ അത് മുകളിലാണ്. നമുക്കറിയാം. നമുക്കിനി 73 കൊടുത്ത് നോക്കുന്നു. ഓക്കെ, അവിടെ വെച്ച് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തു. പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുമ്പോഴും എന്ത് വരുന്നില്ല? പ്രോഗ്രാം എന്താണ് ഇതില്? ഇവിടെ ഈ ഹിഡൻ എൻട്രി നമുക്ക് വന്നിട്ട് പിന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ? നമ്മളിവിടെ ചെക്ക് ചെയ്ത പൊസിഷൻ മാറിപ്പോയി. നമ്മളിവിടെ യൂസറോട് എൻറ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് എൻട്രി ശരിയാണോ എന്ന് നോക്കിയിട്ട് എവിടെയാണ് എൻട്രി നിൽക്കുന്നത് എന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ അതിന് ചെയ്യാൻ. ഇവിടെ നിന്നും U1 ആണെങ്കിൽ അന്നേരം സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ വരുമ്പോ ഇവിടെ വരുന്ന എപ്പോഴാണ്? കൗണ്ട് 0 ആകുമ്പോഴാണ് നമ്മൾ ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ തോറ്റുപോയി. യു ഫെയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. സേവ് ചെയ്തു, കമ്പൈൽ ചെയ്യാനായിട്ട് വന്നു. കമ്പൈൽ ചെയ്തു, റൺ ചെയ്യാനായിട്ട് വരിക, ചെയ്തു. ഓ കിട്ടാൻ നമുക്ക് 59 ആദ്യം തന്നെ കൊടുത്തു നോക്കാം. അതെന്താ യു ഫെയിൽഡ് വന്ന്? ഓക്കെ, ഇവിടെ എന്താണ്? നമ്മളിവിടെ ആദ്യം തന്നെ ഇത് ചെക്ക് ചെയ്തു അല്ലേ? ഇവിടെ തന്നെ ആദ്യം ചെക്ക് ചെയ്തു. നമ്മൾ ആദ്യം ഇവിടെ നോക്കണ്ടായിരുന്നു. നമ്മളിവിടെ ചെക്ക് ചെയ്താൽ മതി അല്ലേ? ഹലോ ഗസ് എ നമ്പർ, റീഡ്, എന്നിട്ട് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് കാര്യങ്ങൾ പറയാം. യൂസർ എൻട്രി ഇവിടെ ഉണ്ടോ? യൂസർ എൻട്രി ആദ്യം എത്രയാണെന്ന് യൂസർ അറിയത്തില്ല. നമുക്ക് ഹിഡൻ നമ്പർ ലെറ്റ് ഇറ്റ് ബി 0. വാലിഡ്. ഹിഡൻ നമ്പർ. ഓക്കെ, U1 യു ഫെയിൽഡ് കണ്ടോ? വന്നോ? U1 യു ഫെയിൽഡ് ഒരുമിച്ച് വരുന്നതിന്റെ കാര്യം എന്നാ? ഇവിടെ U1 വന്നു, ബ്രേക്ക് ചെയ്യുമ്പോൾ തിരിച്ചു വരുമ്പോ ഇവിടെയാണ്. ഇവിടെ ഫെയിൽഡ് ആകുന്ന എപ്പോഴാണ്? കൗണ്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമാണ് യു ഫെയിൽഡ്. അതായത് 10 പ്രാവശ്യം കൊടുത്തു, 10 പ്രാവശ്യം കൊടുത്തിട്ടും അത് ഗസ് ചെയ്യാനായിട്ട് പ്രത്യേകം പറ്റിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഫെയിൽ ആകുന്നുള്ളൂ. അതാണ് നമ്മുടെ റൂള്. ഓക്കെ, നമ്മുടെ റൂള് അതിനനുസരിച്ച് പോട്ടെ. ഓക്കെ, ഇനി ഗെയിം നോക്കാം. നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. നമ്മുടെ ഈ ഡിസ്പ്ലേ ഇനി വരുത്തേണ്ട കാര്യമില്ല, കാരണം അത് നമ്മൾ ഓൾറെഡി ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കാം. നമുക്ക് ഇത് കളയാം.
അതിനി ആരെയും കാണിക്കേണ്ട കാര്യമില്ല. ഹിഡൻ കമ്പ്യൂട്ടർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം. ഗെയിം കമ്പൈൽ ചെയ്തു, ഗെയിം റൺ ചെയ്തു. അപ്പോൾ ഗസ് എ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പറയുകയാണ്, നമ്മൾ 10 തുടങ്ങാം. ഓർ ബെറ്റർ 50 തുടങ്ങും. 50 പുറകിലാണ് പറയുന്നത്. ദാറ്റ് മീൻസ് 50നും 100നും ഇടയ്ക്കുള്ള നമ്പറാണ്. സോ വി ഗോ ടു 75. 75 കൊടുത്തപ്പോഴും താഴെയാണ്. അപ്പൊ 75നും 100നും ഇടയ്ക്കാണ്. സോ വി 75നും 75 പ്ലസ് 15 എന്ന് പറയുന്നത് 90. അപ്പോൾ വി സ്റ്റാർട്ട് വിത്ത് 90 കൂടുതലാണ്. അപ്പൊ 90നും 75നും ഇടയ്ക്കാണ്. 75നും 90നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ നമുക്ക് 80 നോക്കാം. 80 കുറവാണ്. അപ്പൊ 80നും 90നും ഇടയ്ക്കാണ് നമ്പർ. സോ 85 കൊടുത്തു. ഓ, ആണോ? ഓക്കെ ഓക്കെ. നമ്മൾ അതിന്റെ മീറ്റിങ്ങിന്റെ ടൈം കഴിഞ്ഞു പോയതുകൊണ്ട് ഹലോ, എല്ലാവരും ആയോ? ഓക്കെ. 3 പേരെ പിന്നെ ജോയിൻ ചെയ്തല്ലോ. 2 പേരെ പിന്നെ ജോയിൻ ചെയ്തല്ലോ. ബാക്കിയുള്ളവർക്ക് കിട്ടുന്നില്ല. ബാക്കിയുള്ളവർക്ക് കിട്ടുന്നില്ല നമുക്ക്. ഓക്കെ. ദിൽഷ. ഓക്കെ. ബാക്കിയുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. മുർഷി കിട്ടുന്നില്ലേ? അല്ല, അറിയാം. നിങ്ങളെല്ലാം വീട്ടിലാണല്ലേ? ശരി. ഓക്കെ. ഏതായാലും ഞാൻ ഇതിന്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ ഗസ് ചെയ്തപ്പോ 85 കുറവാണെന്നുണ്ട്. ഇപ്പൊ 87 ഇട്ട് നോക്കാം. 87 കൂടുതലാണ്. സോ 86. ഓ, യു വാണ്ട്. സോ നമ്മൾ 10 ഗസ്സിനകം നമുക്ക് അതിലേക്ക് ആ നമ്പറിലേക്ക് എത്താൻ പറ്റി. നമ്മളിവിടെ അപ്ലൈ ചെയ്ത ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്, ബൈനറി സെർച്ച് എന്ന് പറയാം. അത് നമ്മൾ പിന്നീട് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. അത് എന്താണ് നമ്മൾ ഇങ്ങനെ 2 ലിമിറ്റ് കൊടുത്ത് അതിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഒരു പ്രോഗ്രാം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്നുകൂടെ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നുകൂടെ നോക്കാം. എന്നതിന്റെ നമ്മളൊരു ഗെയിം തയ്യാർ ചെയ്യാനായിട്ടായിരുന്നു ശ്രമിച്ചിരുന്നത്. ഒരു ഗെയിം മീൻസ് ഒരു നമ്പർ ഗസ്സിംഗ് ഗെയിമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതൊരു ടച്ച് സ്ക്രീനിൽ കിട്ടുമെന്ന് തോന്നുന്നു.
Okay, otherwise I will share the code right away. Share the code in your group. Share the code in your ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് പിന്നീട് എടുക്കാം, പിന്നീട് നോക്കാം. ഇപ്പം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒന്ന് ട്രേസ് ചെയ്യാം ഇത് എന്താണ് നമ്മൾ ചെയ്തതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ ഒരു സിസ്റ്റം ജനറേറ്റർ ആയിട്ടുള്ള ഒരു റാൻഡം നമ്പർ 1നും 100നും ഇടയ്ക്കുള്ള നമ്പർ സിസ്റ്റം സ്റ്റോർ ചെയ്യണം. എന്നിട്ട് യൂസറിനോട് ചോദിക്കണം, ഓരോ തവണ ഗസ് ചെയ്യാനായിട്ട് പറയണം. ഗസ് ചെയ്ത് 10 ഗസിനുള്ളിൽ ഈ നമ്പറിലേക്ക് വരുന്നുണ്ടെങ്കിൽ യൂസറിനെ വിന്നർ ആയിട്ട് പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ ഫെയിൽഡായി. ഇതായിരുന്നു നമ്മുടെ ഒരു ടാസ്ക്. നമ്മൾ തീരുമാനിച്ച ഒരു പ്രോഗ്രാം, നമ്മളൊരു ഗെയിം എഴുതാൻ തീരുമാനിച്ചു, ഗസ്സിംഗ് ഗെയിം എഴുതാൻ. അപ്പോൾ അതില് നമ്മൾ ചെയ്ത വിധം ഇതാണ്. നമ്മളിവിടെ ഒരു നമ്മളെ മാത്തമാറ്റിക്കൽ മോഡലിൽ ഒരു ഹിഡൻ നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് എടുത്തു. അതുപോലെ തന്നെ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനൊരു സ്പേസ് എടുത്തു. അത് ഇനിഷ്യലി 0 ആക്കി. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. അപ്പോൾ കമ്പാരിസൺ വരുമ്പോൾ ഇനിഷ്യലി ഇത് രണ്ടും ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടും വേറെ വേറെ വാല്യൂ ആയിട്ട് മാറും. അതുകൊണ്ട് പ്രശ്നമാകും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു ബേസിക് വാല്യൂവിലേക്ക് ഇനിഷ്യലൈസ് ചെയ്തു. ഇനി ഇനിഷ്യലൈസ് ചെയ്തില്ലെങ്കിലും യൂസർ എൻട്രിക്ക് 0 തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ, അടുത്തത് നമ്മൾ ഇത് എത്ര തവണ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഇതിട്ടു. അപ്പോൾ 0 തൊട്ട് 9 വരെ 10 തവണയുള്ളത് കൊണ്ട് നമ്മൾ കൗണ്ട് 9 ഇട്ടു. അതുപോലെ അടുത്ത ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് റാൻഡം നമ്പർ ജനറേഷനിൽ ഉപയോഗിക്കുന്ന SRAND എന്ന് പറഞ്ഞാൽ സീഡ് റാൻഡം നമ്പർ എന്നാണ്. സീഡ് റാൻഡം നമ്പർ നമ്മൾ ടൈം ഉപയോഗിച്ച കറണ്ട് ടൈം ഉപയോഗിച്ചാണ് ഫില്ല് ചെയ്തത്. അപ്പോൾ ഓരോ തവണയും ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ പ്യുവർ ആയിട്ടുള്ള റാൻഡം നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. അത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സീഡ് റാൻഡം. അല്ലെങ്കിൽ ഓരോ തവണ ചെയ്യുമ്പോഴും സെയിം സീക്വൻസ് ആയിരിക്കും, സെയിം നമ്പർ തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അതുകൊണ്ട് ഇത് ഒരു ടെക്നിക്കൽ കാര്യമാണ്. അത് പിന്നീട് മനസ്സിലാക്കിയാലും മതി. പ്രോഗ്രാമിംഗുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെട്ടല്ല, എന്നാലും നമ്മളിപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അത് വേണം എന്നുള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റാൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്തു. ഈ റാൻഡം നമ്പർ എന്ന് പറയുന്നത് മാക്സ് റാൻഡ് വരെ 0 തൊട്ട് മാക്സ് റാൻഡ് വരെ പോകാവുന്ന ഒരു നമ്പറാണ്. മാക്സ് റാൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ ലാർജ് നമ്പറാണ്. അപ്പൊ അത് അത്രയും വരെ പോകേണ്ടത് നമുക്ക് 100 വരെ പോയാൽ മതിയായതുകൊണ്ട് ഈ റാൻഡം നമ്പറിനെ നമ്മൾ 100 കൊണ്ട് മോഡുലസ് ഡിവിഷൻ നടത്തി. ഇതൊരു ഡിവിഷൻ ഓപ്പറേറ്റർ, പ്ലസ് മൈനസ് എന്നൊക്കെ പറയുന്ന ഒരു ഡിവിഷൻ. ഇത് നമുക്ക് പഠിക്കും. നമ്മൾ ഇനി അടുത്ത അരിത്തമെറ്റിക്സിലേക്ക് വരുമ്പോൾ ഇത് പഠിക്കും. എനിവേ, ഈ പെർസെൻറ്റേജ് ഉപയോഗിച്ച് ചെയ്യുന്ന എന്താണ്, ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കിട്ടുന്നത് എടുക്കും. റിമൈൻഡർ എടുക്കാനായിട്ടുള്ള മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയും ഇതിന്, മോഡുലസ് ഓപ്പറേറ്റർ. അപ്പൊ അങ്ങനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എന്ത് വരുന്നുണ്ടോ അതെടുക്കും. അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടും. ചിലപ്പോൾ ശിഷ്ടം 0 ആകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ ആഡ് 1 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1നും 100നും ഇടയ്ക്കുള്ള ഒരു റാൻഡം നമ്പർ ഇതില് സ്റ്റോർഡ് ആകും. അതിനുശേഷം നമ്മൾ ഇപ്പൊ പഠിക്കാൻ ഉദ്ദേശിച്ച വൈൽ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പ് എന്ന് പറയുമ്പോൾ ഐറ്ററേഷൻ, അതായത് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വൈൽ എന്ന് പറയുന്ന സംഗതി ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് നോക്കണം. വൈൽ കഴിഞ്ഞ് ഈഫിനെ പോലെ തന്നെ ഒരു കണ്ടീഷൻ കൊടുക്കണം. ആ കണ്ടീഷൻ എന്താണ് നമ്മൾ ഇവിടെ കൊടുത്തത്? യൂസർ എൻ്റർ ചെയ്ത വാല്യൂ, യൂസർ ഒന്നും എൻ്റർ ചെയ്തില്ല, നമ്മൾ ആദ്യം 0 കൊടുക്കുമായിരുന്നു ചെയ്തു. അതും ഈ ഹിഡൻ നമ്പറും ഈക്വൽ അല്ല എന്നും ഈക്വൽ ആണോ എന്ന് നോക്കി. ഈക്വൽ അല്ലെങ്കിൽ മാത്രം ആണ് ഫസ്റ്റ് ഗസ്സിങ്ങിനുള്ള അവസരം കൊടുക്കുന്നത്. ഈക്വൽ ആണെങ്കിൽ യൂസർ എൻട്രി ഇത് നേരെ എന്ത് പറ്റും, പുറത്തേക്ക് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ അത് ആവശ്യമില്ല, കാരണം ഇതും 0 ഇതും 0 അങ്ങനെ ഒരു ചാൻസ് വരത്തില്ല. അതുകൊണ്ട് ഇത് എപ്പോഴും ഫോൾസ് ആയിരിക്കും. കുറഞ്ഞ കേസിൽ ഇത് രണ്ടും ഈക്വൽ ആകുന്നിടം വരെയെങ്കിലും ഇത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ യൂസർ എൻ്റർ ചെയ്ത വാല്യൂ ഹിഡൻ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച റാൻഡം നമ്പർ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ മാത്രം ഈ കാര്യങ്ങൾ ചെയ്യാന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോട്ട് ഈക്വൽ ടു ആണെന്ന് വിചാരിച്ചു, അപ്പൊ എന്ത് ചെയ്യും, ഗസ് എ നമ്പർ എന്ന് പറഞ്ഞ് സ്ക്രീനിൽ വരും. അത് ആ നമ്പർ എൻട്രി ചെയ്ത നമ്പർ റീഡ് ചെയ്ത് യൂസർ എൻട്രിയിൽ വെക്കും. കീബോർഡിൽ നിന്ന് പ്രസ് ചെയ്യുന്ന നമ്പർ എൻട്രി ചെയ്ത് ഇതില് യൂസർ എൻട്രി എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. യൂസർ എൻട്രി ചെയ്ത നമ്പർ ഹിഡൻ നമ്പറിനെ കഴിഞ്ഞ് കുറവാണെങ്കിൽ ലെസ് ദാൻ എന്നുള്ള ഒരു സിമ്പിൾ, ഒരു ചുമ്മാതെ ഒരു സിമ്പിൾ, ഇത് തന്നെ കാണിക്കണമെന്നില്ല, വല്ല എഴുതി വെക്കാം. വല്ല കമന്റ്സോ അല്ലെങ്കിൽ വല്ല ഇമോട്ടിക്കോൺസോ ഒക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. അപ്പൊ ലെസ് ദാൻ എന്നുള്ള ഇത്
പ്രിന്റ് ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ഹിഡൻ കമ്പ്യൂട്ടർ സൂക്ഷിച്ചിരിക്കുന്ന വാല്യൂവിനേക്കാൾ കുറവാണെന്നാണ്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഗെയിം ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ. യൂസർ എൻട്രി ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഹിഡൻ നമ്പറിനെ കൂടുതലാണെങ്കിൽ ഈ സിമ്പിൾ കാണിക്കുമെന്ന് വിചാരിച്ചു. ഓക്കെ, അതും അടുത്ത ലൈനിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് നമുക്ക് ഇവിടെ എല്ലാം ഒരു ന്യൂ ലൈൻ കൊടുക്കാം, അല്ലെങ്കിൽ അതെല്ലാം അടുത്ത ലൈനിലേക്ക് പോകത്തില്ല. അതെന്തെങ്കിലും ആയിട്ട് പുതിയ ലൈനിൽ അത് വരും. അടുത്ത ഇതില് രണ്ടും ഈക്വൽ ആണെങ്കിൽ യു വോൺ, നിങ്ങൾ ജയിച്ചു എന്നുള്ള മെസ്സേജ് കാണിച്ചിട്ട് ബ്രേക്ക് കൊടുക്കും. എന്താണ് ഈ ബ്രേക്ക്? ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് കണ്ടാൽ ഒരു ലൂപ്പിനകത്താണെങ്കിൽ ആ ലൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റ്സ് തീരുന്നതിന് തൊട്ട് പുറത്തേക്ക് ഇവിടേക്ക് വരും. ബ്രേക്ക് എവിടെ കാണുന്നോ ആ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുന്ന വൈൽ അല്ലെങ്കിൽ ഫോർ ലൂപ്പ് ബ്ലോക്കിന്റെ എൻഡിലേക്ക് കൺട്രോൾ വരും. കൺട്രോൾ വരിക എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് മാറും. പിന്നെ അവിടെ തൊട്ടേ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഇത് പുറത്തു പോകും. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. ഇതൊന്നും ചെയ്യാതെ ഇവിടുന്ന് ഇത് പുറത്തേക്ക്. അതുപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യും, ഒരു തവണ ഒരു നമ്പർ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൗണ്ട് ഒന്ന് കുറയ്ക്കും. അതായത് നമ്മളിവിടെ 9 എന്നാ കൊടുത്തിരുന്ന അത് 8 മാറും, അല്ലെ 8 7 മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ വന്ന് 0 ആകുകയാണെങ്കിൽ അന്നേരവും ബ്രേക്ക് ആവും. കൗണ്ട് 0 ആയിട്ട് ബ്രേക്ക് ആയാൽ അതിന്റെ അർത്ഥം ഇയാൾ ഇതുവരെ ഗസ് ചെയ്ത ഒന്നും തന്നെ ഹിഡൻ നമ്പറിനോട് ഈക്വൽ ആയില്ലെന്ന്. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്താൽ കൗണ്ട് നോൺ സീറോ ആയിരിക്കുകയില്ല. അപ്പോ അയാൾ ശരിക്കും ജയിച്ചു എന്നുള്ള മെസ്സേജ്. ഇതാണ് ഈ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമിന്റെ ഗസ്സിംഗ് ഗെയിമിന്റെ ഒരു വർക്കിംഗ്. അപ്പൊ ഇത് നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്ത് കണ്ടിട്ട് അതിന്റെ കോഡ് എടുക്കും. അപ്പൊ ഗസ് എ നമ്പർ, ഇപ്പൊ എന്തോ ഒരു നമ്പർ കമ്പ്യൂട്ടർ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാ. ഹിഡൻ നമ്പറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് റാൻഡം നമ്പർ. പക്ഷെ ഒരു കാര്യം അറിയാം, 1നും 100നും ഇടയ്ക്കാണെന്നുള്ളത് ഏകദേശം നമുക്കറിയാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് 50. അപ്പോ കമ്പ്യൂട്ടർ നമ്മളോട് പറഞ്ഞു അത് മുകളിലാണ്. നമ്മള് ഗസ് ചെയ്തത് ആക്ച്വൽ ഹിഡൻ നമ്പറിനെ കഴിഞ്ഞ് മുകളിലാണ് നിൽക്കുന്നത് പറഞ്ഞു. സോ വി സ്റ്റാർട്ട് വിത്ത് 25. 25 കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ 25നും 50നും ഇടയ്ക്കാണ് നമ്പർ നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ 35 കൊടുത്തു. 35 വീണ്ടും കുറവാണ്. അപ്പൊ 35നും 50നും ഇടയ്ക്കാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് 40 കൊടുത്തു നോക്കാം. 40 കൂടുതലാണ്. അപ്പൊ 35നും 40നും ഇടയ്ക്കാണ്. 37 കൊടുത്തു നോക്കാം. 37 കൂടുതലാണ്, ഹയർ ആണ്. അപ്പൊ 36 എടുത്താലോ? ഓക്കെ. സോ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്തിരുന്ന വാല്യൂ 36 ആയിരുന്നു. നമ്മള് 6ാമത്തെ ഗസ്സിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് എഴുതിയിരിക്കും. ഇതാണ് പ്രോബ്ലം. ഓക്കെ, നമുക്ക് ചുമ്മാ പിള്ളേർക്കൊക്കെ കളിക്കാൻ കൊടുക്കാം. നമ്മുടെ കൊച്ചനിയന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതെല്ലാം റെഡിയാക്കി കൊടുത്തേച്ച് ചുമ്മാ ഗസ് ചെയ്യാൻ പറയും. ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഒക്കെ എലാബറേറ്റ് ചെയ്യാൻ കേട്ടോ. എത്ര തവണ ജയിച്ചു, എത്ര തവണ തോറ്റു, അതൊക്കെ കണ്ടിട്ട് വലിയ ഒരു 50 തവണ ജയിക്കുമ്പോഴത്തേക്ക് അവനൊരു ചോക്ലേറ്റ് ബോക്സ് ഒക്കെ കിട്ടുന്ന പോലെയൊക്കെ ആകാം ഒക്കെ ഗെയിമൊക്കെ. ഇതിന് നമുക്ക് പല വഴിക്ക് പല ചില പടങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ഇവനെ ഒന്ന് കൂടുതൽ ബെറ്റർ ആക്കാം. നല്ല ഇന്റർഫേസ് ഒക്കെ കൊടുക്കാം. അതൊക്കെ ഓരോ രീതിയിൽ കൊടുക്കാം. ബട്ട് ബേസിക്കലി ആ ഗെയിം, ഗസ്സിംഗ് ഗെയിം എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഇന്നത്തേന് ഇത് മതിയെന്ന് വിചാരിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഇതുവരെ പറഞ്ഞതിലുണ്ടെങ്കിൽ ചോദിക്കാം. അതിനോട് മറുപടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നിർത്താം. എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ ഇതിലോ, ഈ പ്രോഗ്രാമിലോ, നേരത്തെ പഠിച്ചതിലോ, ഈഫിലോ വൈലിലോ എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിൽ അത് ചോദിക്കുക. അപ്പൊ അതിന്റെ മറുപടിയുടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ് ബാക്കി. എന്തെങ്കിലും ഉണ്ടോ? മുർഷി, ദിൽഷ, ഷഹാന പോയോ? ഷഹാന ഇല്ല. അതോ അഡ്മിറ്റ് ചെയ്യാതെ കിടക്കാണോ? എനിക്കൊരു സംശയം. ആരുമില്ല, 3 പേരേ ഉള്ളൂ. നിങ്ങൾ 2 പേരും മാത്രമേ റീജോയിൻ ചെയ്തുള്ളൂ. അതോടെ എന്തെങ്കിലും സംശയം ഉണ്ടോ മുർഷി? ഓക്കെ ഓക്കെ, ഈ എസ്റാൻഡിന്റെ അല്ലേ? ഓക്കെ, ഇത് സീഡ് റാൻഡം നമ്പർ എന്ന് പറയും. ഇപ്പൊ ഈ റാൻഡം നമ്പർ പ്രോഗ്രാമിൽ കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്യുന്നത് ആദ്യം എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കണം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടേഷൻ ചെയ്താണ് റാൻഡം നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പിടികിട്ടിയോ? ആ റാൻഡം നമ്പർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നമ്പർ നമുക്കറിയാമല്ലോ. നമ്മൾ ലോട്ടറി എടുക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം നമ്പർ.
ആ മെഷീൻ ഒരു നമ്പർ സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ലോജിക്കിന് ഒരു തുടക്കത്തിൽ ഒരു നമ്പർ കൊടുക്കണം. തുടക്കത്തില് എന്തെങ്കിലും ഒരു നമ്പർ 100 10 ഇവിടെ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. ഇവിടെ എനിക്ക് 1000 എന്ന് എഴുതി തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഞാനിവിടെ 1000 എന്ന് എഴുതി കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും ഈ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ബേസ് നമ്പർ 1000 വെച്ചായതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ജനറേഷനും ഒരുപോലെ തന്നെ ഇരിക്കും. എത്ര തവണ ഈ പ്രോഗ്രാം റൺ ചെയ്താലും ആദ്യത്തെ കിട്ടുന്ന വാല്യൂ പിന്നെ അടുത്ത വരുന്ന റാൻഡം വാല്യൂ എല്ലാം പ്രെഡിക്റ്റബിൾ ആകും. പ്രെഡിക്റ്റബിൾ ആണ്, അതിന് റാൻഡം നമ്പർ എന്ന് പറയാനൊക്കത്തില്ല. അപ്പൊ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഓരോ തവണയും നമ്മൾ ഈ റാൻഡം നമ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു പുതിയ നമ്പറിൽ തുടങ്ങണം. പുതിയ നമ്പറിൽ തുടങ്ങാൻ വേണ്ടി നമ്മൾ സിസ്റ്റത്തിനകത്തുള്ള ഒരു ടൈം എടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ടൈം, സിസ്റ്റത്തിന്റെ ടൈം എടുക്കുന്ന ഫംഗ്ഷൻ. അപ്പൊ ഇപ്പൊ ഞാൻ ഈ റൺ ചെയ്യുമ്പോൾ 15:26 ആയിരുന്നു, അതായത് 3:26 ശകലോട് കഴിഞ്ഞ് 3:35 3:45 റൺ ചെയ്യുമ്പോൾ ഈ റാൻഡം നമ്പർ ജനറേറ്റർ സീഡ് ചെയ്യപ്പെടുക പുതിയ നമ്പർ വെച്ചാൽ, പുതിയ ടൈം വെച്ചാൽ. അപ്പൊ പുതിയൊരു സീക്വൻസ് ആയിരിക്കും ഉണ്ടായി വരുന്നത്, പുതിയൊരു റാൻഡം നമ്പർ ആയിരിക്കും ഉണ്ടായി വരുന്നത്. അങ്ങനെ വരാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുത്തില്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും എത്രാമത്തെ നമ്പർ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഗെയിം കളിക്കുന്നവന് 2-3 പ്രാവശ്യം കളിച്ചു കഴിയുമ്പോഴത്തേക്ക് അവൻ മനസ്സിലാകും അടുത്ത ഇതാണ് വരാൻ പോകുന്നത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ SRANDന് സീഡ് റാൻഡ് ചെയ്തപ്പോൾ ടൈം കൊടുത്തത്. ഈ ടൈം എന്ന് പറയുന്ന ഫംഗ്ഷൻ വളരെ സിമ്പിൾ ആണ്. ടൈം നൾ എന്ന് വെച്ചാൽ 0 എന്നർത്ഥം. നൾ എന്നുള്ളത് സിയിലെ ഒരു കോൺസ്റ്റന്റ് ആണ്, ഡെഫിനിഷൻ ആണ്, നമ്മളത് കാണും. നള്ളിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അത് ടൈം 0 കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ടൈം ആണ് കിട്ടുന്നത്. കറണ്ട് ടൈം ഇൻ മില്ലി സെക്കൻഡ്സ്. 1970 ജനുവരി 1 തൊട്ട് ഉള്ള സെക്കൻഡ്സിന്റെ എണ്ണമാണ് ഇവിടെ കിട്ടുക, ഈ ടൈം ഉപയോഗിച്ച് കിട്ടുക. അത് നമ്മൾ ഡേറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് ടൈമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നോക്കാം. എനിവേ, ഇത് ടൈം നൾ ഇങ്ങനെ കൊടുക്കണം. ഇതിപ്പോ ഇങ്ങനെ കാണാൻ പഠിച്ചോ, അതങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പ്യുവർ റാൻഡം നമ്പർ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊന്ന് ടൈപ്പിൻ ചെയ്ത് നല്ലപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഇന്നത്തെ നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ